ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൂടിയിരിക്കുവാനും സംസാരിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ റമദാനിന് മുമ്പ് പറഞ്ഞു നിർത്തിയ അതേ വിഷയം തന്നെ അതിന് തുടർച്ചയായി സൂചിപ്പിക്കാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അഹ്ലുസുന്നത്തും അതുപോലെ തന്നെ അഹ്ലുൽ ബിദ്അയും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് മൂന്നാമത്തെ വ്യത്യാസം. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാകുന്ന കാര്യമാണ്, ഫർള് കിഫായ ആകുന്ന കാര്യമാണ് ദീനിന്റെ അധ്യാപനങ്ങൾ എന്ന നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ, അതിൽ ശരിയായ ദീനിന്റെ നിലപാട് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് അത് ഫർള് കിഫായ ആകുന്ന, എന്ന് വെച്ചാൽ ഏതെങ്കിലും വ്യക്തികൾ, എന്ന് വെച്ചാൽ കഴിവുള്ള അറിവുള്ള ആരെങ്കിലും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കാത്തിടത്തോളം അറിവുള്ള എല്ലാവരും ആ വിഷയത്തിൽ കുറ്റക്കാരാകും എന്നുള്ള നിലപാട്, ആ ഒരു അടിസ്ഥാനം, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്നാമത്തെ പ്രത്യേകതയായി നമ്മൾ പറഞ്ഞ കാര്യം, തൽബീസ് ഉണ്ടാക്കുന്ന ആളുകൾ, എന്ന് വെച്ചാൽ ഹക്ക് എന്ന നിലയ്ക്ക് ബാത്തിലിനെ അവതരിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹക്കിന്റെ കൂടെ ബാത്തിലിനെ കൂട്ടിക്കുഴയ്ക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ ആ പ്രവർത്തനങ്ങളെ അവർ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും. അത് തുറന്ന് കാണിക്കപ്പെടേണ്ടതുണ്ട്. അത് നിർബന്ധ ബാധ്യതയാണ്. അറിവും കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം ആളുകളുടെ തൽബീസുകൾ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അത് അവരാ കഴിവും അറിവുള്ള ആളുകൾ ആ ബാധ്യത നിർവഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരാ വിഷയത്തിൽ കുറ്റക്കാരാകുവാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ചേർത്തി പറയപ്പെടുന്ന എല്ലാ തൽബീസുകൾക്കും മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെയധികം ആളുകൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചെങ്കിലും അവർ മറുപടി പറയേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ മറുപടി പറയാൻ നമ്മൾ ഇവിടെ അവലംബമാക്കുന്നത്, അതായത് നമ്മുടെ മുന്നിൽ ഒരു തൽബീസുകളുടെ ഒരു ശേഖരമായി മുന്നിൽ വെക്കുന്നത്, നമുക്കറിയാം ഉലൂമുസ്സുന്ന എന്ന മർക്കസിന്റെ ആളുകൾ അഹ്ലുസുന്നയും ഹിസ്ബു സക്കരിയയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിക്കുന്ന 25ഓളം വ്യത്യാസങ്ങളാണ്. ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തുമ്പോൾ നമ്മൾ ഒരിക്കലും അവർക്കൊരു മറുപടി എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഈ കാര്യങ്ങളിൽ പല ആളുകൾക്കും ശരിയായ വ്യക്തത കുറവുണ്ട്. നമ്മളിൽ ആളുകൾക്ക് പോലും ഇത്തരം പല വിഷയങ്ങളിൽ ശരിയായ ഒരു കാഴ്ചപ്പാട് പലർക്കും ഇപ്പോഴും ഇല്ല. അത് ഒരു വലിയ പോരായ്മയാണ്. എന്നുവെച്ചാൽ എന്താണ് നമുക്കും അവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്നതറിയാത്ത പല ആളുകളുണ്ട്. അത്തരം ആളുകൾ എന്ത് ചെയ്യും? ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ എന്തെങ്കിലും സംസാരങ്ങൾ കേൾക്കുകയോ അതിൽ ആകൃഷ്ടരാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നേരെ എന്ത് ചെയ്യാണ്? അവരുടെ മറ്റ് ശുബഹത്തുകൾ അവരെ ബാധിക്കുകയാണ്, എഫക്ട് ചെയ്യാൻ.
എന്തുകൊണ്ടാണ്? എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എന്താണ് അവർ ഈ തൽബീസ് ഉണ്ടാക്കുന്നതിൽ ഹക്ക് എന്താണ്, ബാത്തിൽ എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ ശേഖരത്തിൽ അതിന് കൃത്യമായ മറുപടി പറയുന്നതിലൂടെ നമുക്ക് ഒരുവിധപ്പെട്ട തൽബീസുകൾക്കൊക്കെ നമുക്ക് മറുപടി പറയാൻ സാധിക്കുന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 25 കാര്യങ്ങൾ തന്നെ നമ്മൾ അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇവർക്ക് മാത്രമുള്ള ഇതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും, മറ്റൊരുപാട് പേരുണ്ടാക്കുന്ന തൽബീസുകൾക്ക് ഇതിലൂടെ നമുക്ക് മറുപടി പറയാൻ സാധിക്കുന്നുള്ളതുകൊണ്ടാണ്. അത് ഒരിക്കലും അങ്ങനെ പറയാൻ എന്തല്ല, നമുക്കറിയാം സാധാരണക്കാർക്കിടയിൽ അവരെന്തെങ്കിലും പ്രത്യേകിച്ച് ഇൽമു പഠിക്കാൻ, മസലകൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള റുദൂദുകൾ കേൾക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും പല ആളുകളും. എന്തിന് നമ്മളിങ്ങനെ പഠിച്ചു നന്നായി പോയപ്പോരെ, വല്ലവനും കുറ്റം പറയുന്നത് എന്തിനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ത്, വ്യക്തമാക്കേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കാൻ എന്തൊക്കെ നമ്മൾ സംസാരിക്കാൻ അനിവാര്യമാവോ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കൽ നിർബന്ധമാണ്. അത് അപ്പുറത്തുള്ളവൻ പറയുന്ന മസലകളാണെങ്കിൽ അത് പറയൽ നിർബന്ധമാവും. അപ്പുറത്ത് ആ പറയുന്നവന്റെ പേര് പറയാൻ അനിവാര്യമായ സന്ദർഭങ്ങളിൽ പേര് പറയണം. അത് മനസ്സിലായോ? അത് സംഘടനയുടെ പേരാണെങ്കിലോ സംഘത്തിന്റെ പേരാണെങ്കിലോ മർക്കസിന്റെ പേരാണെങ്കിലോ വ്യക്തിയുടെ പേരാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യണം, അത് അനിവാര്യമാകുന്ന സാഹചര്യങ്ങളിൽ അത് പറയൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തല്ല ഇത് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഒരിക്കലും മറ്റെന്തെങ്കിലും മസ്ലഹത്തുകളല്ല, വ്യക്തിപരമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും മസ്ലഹത്തുകളല്ല നമ്മളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദീന് എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടുവോ അങ്ങനെ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം, വേറൊന്നുമല്ല. ഈ ദീന് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുവോ, എങ്ങനെ സ്വഹാബത്ത് താബിഈങ്ങൾക്ക് കാണിച്ചു കൊടുത്തുവോ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ സംസാരത്തിനുള്ള ഉദ്ദേശം. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സലഫിയത്ത് അല്ലാത്തൊരു കാര്യം സലഫിയത്തായിക്കൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കരുത്. അത് നമ്മുടെ ഗൈറത്തിനെ ബാധിക്കുന്ന വിഷയം. ഒരു സലഫി എന്ന നിലയ്ക്ക് സലഫിയത്തല്ലാത്തൊരു കാര്യം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അത് സലഫിയത്താണെന്ന് പറഞ്ഞ് പറയുമ്പോൾ നമുക്കത് അറിയാം അത് സലഫിയത്തല്ല. എന്നിട്ട് നമ്മൾക്കതിനെ പ്രതികരിക്കാനും ഇത് സലഫിയത്തല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരക്ഷരം തിരിച്ചു പറയാനും സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഗൈറത്തിനെ ബാധിക്കുന്ന വിഷയം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ദീനിൽ ഗൈറത്ത് അങ്ങേയറ്റുള്ള ആളുകളായിരിക്കണം നാം ഓരോരുത്തരും. അലൈക്കും സലാം. അതുകൊണ്ട് തന്നെ സലഫിയത്തിൽ പെടാത്തൊരു കാര്യം സലഫിയത്തായി അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾക്കത് കണ്ടു നിൽക്കാൻ സാധിക്കരുത്. അതിനെതിരെ നമ്മൾക്കാവുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്കതിനെ സംബന്ധിച്ച് വ്യക്തമായി മറുപടി പറയാൻ അറിയില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, അതിന് അറിവും കഴിവുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനൊരു വിഷയമുണ്ട്, ഈ സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെ കുറെ തൽബീസുകൾ ശുബഹത്തുകൾ പ്രചരിക്കുന്നുണ്ട്. ഈ ശുബഹത്തുകൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെങ്കിൽ ഇതിനെ ആളുകൾ സലഫിയത്തായി തെറ്റിദ്ധരിക്കും എന്നെന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി, ജനങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ഹക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ മറുപടി പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പ്രേരിപ്പിക്കണം. ഇത് നമുക്ക് സാധാരണക്കാരെന്ന നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അറിവുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ബാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞു, അവർക്കത് ഫർള് കിഫായാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത, ക്ലാരിഫിക്കേഷൻ വരുത്തി സമൂഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാത്തിടത്തോളം ആ ശുബഹത്ത് സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിച്ചു സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അറിവുള്ള എല്ലാ ആളുകൾക്കും അതിന്റെ കുറ്റം ലഭിക്കും. അത്രയും ഗൗരവമുള്ള വിഷയം. ഇത് ഏതെങ്കിലും ഒരാളെ എന്തെങ്കിലും വിമർശിക്കുവാൻ വേണ്ടി മാത്രമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല. നമുക്ക് വ്യക്തികളും സ്ഥാപനങ്ങളും മർക്കസുകളും ശൈഖന്മാരും ഇവരെക്കാളൊക്കെ വലുത് സലഫിയത്ത് എന്ന ആദർശം. ഈ ആദർശം
അതിനെ വികൃതമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, നമുക്ക് ഒരാളെയും നന്നാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. ഈ ആദർശത്തെ വികൃതമാക്കിയിട്ട് അതിനെ കരിവാരത്ത് വെച്ചിട്ട് നമുക്ക് ഒരാളെ എന്ത് ചെയ്യേണ്ടതില്ല, വെള്ള പൂശേണ്ട ബാധ്യത നമുക്ക് ആരോടുമില്ല. മറിച്ച് ആർക്ക് എന്ത് തോന്നിയാലും ആര് സമൂഹത്തിൽ എങ്ങനെ വിലയിരുത്തപ്പെട്ടാലും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ആദർശം ഇതിങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു വെക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിവാരണം ചെയ്യാൻ ഈ ഒരു 25 കാര്യങ്ങൾ, ശുബഹത്തുകൾ, തൽബീസുകൾ, അത് സഹായകരമാവുന്ന നിലയ്ക്കാണ് ഇത് തെരഞ്ഞെടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അതിലെ നെല്ലും പതിരും ഹക്കും ബാത്തിലും വേർതിരിച്ച് യഥാർത്ഥ സലഫിയത്ത് അത് ഈ ഒരു സംസാരത്തിലൂടെ ആളുകൾക്കിടയിൽ പ്രചരിക്കാൻ ഇത്തരം സംസാരങ്ങൾ കാരണമായി തീരട്ടെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ മർക്കസിലെ അതിന്റെ അവിടുത്തെ സംസാരിക്കുന്ന വ്യക്തി, അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്യുന്ന ഹിസ്ബു സക്കരിയ എന്ന പേരിലാണ്. അവരും അതുപോലെ തന്നെ അഹ്ലുസുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്നത്ത്, അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന അവരെ തന്നെ. ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ മനഹജും നമ്മുടെ മനഹജും തമ്മിലുള്ള വ്യത്യാസങ്ങളായി അവർ തന്നെ പഠിപ്പിക്കുന്ന എണ്ണിപ്പറയുന്ന ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇതിൽ ഏറ്റവും ആദ്യം പറയാനുള്ള എന്താ, നമ്മളാരും എന്തല്ല, ഹിസ്ബു സക്കരിയല്ല. നമ്മളാരും ഹിസ്ബു സക്കരിയല്ല. ഹിസ്ബു സക്കരിയ എന്നല്ല, ഒരു ഷെയ്ഖിന്റെയും ഹിസ്ബല്ല നമ്മൾ. അത് അടുത്ത വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ കിതാബിന്റെ 4ാമത്തെ വ്യത്യാസമായിട്ട് അത് വരുന്നുണ്ട്. അത് ആ സമയത്ത് വിശദീകരിക്കും. അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ, എല്ലാ തെറ്റിനും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരാളെയും അന്ധമായി അനുകരിക്കുകയില്ല, പിന്തുടരുകയില്ല. നമുക്കൊരു വിഷയത്തിൽ എത്ര വലിയ ഷെയ്ഖായിക്കോട്ടെ, ആ വിഷയത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടും നമുക്ക് വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞാൽ, ഉലമാക്കളുടെ ഇത്തിഫാക്ക് കൊണ്ടോ അല്ലെങ്കിൽ നഫ്സ് കൊണ്ടോ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ, അത് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും നമ്മൾ ആ പണ്ഡിതനെ ആ വിഷയത്തിൽ പിന്തുടരൂല. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കങ്ങനെ ഹിസ്ബാകാൻ സാധിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന് ദീനിൽ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് ആരെയൊക്കെ ഹിസ്ബാക്കാം. എത്ര വലിയ ഉലമാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെന്തിനാണ് സക്കരിയ സ്വലൈഹി റഹ്മത്തുള്ളാഹിയുടെ ഹിസ്ബാവുന്നത്? അതിന്റെ ആവശ്യമില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹിസ്ബല്ല. അത് അഹ്ലുസുന്നത്തിന്റെ പ്രത്യേകതയാണ്. എന്ത്? അഹ്ലുസുന്നത്തിന് എല്ലാ കാര്യങ്ങളിലും അനുഗമിക്കുക, അനുധാവനം ചെയ്യുക, പിന്തുടരുക എന്നുള്ള ഒരേ ഒരു നേതാവ് അവർക്കുള്ളൂ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ. അള്ളാഹുവിന്റെ റസൂലിന് ആർക്ക് എപ്പോ എതിരായാലും ആ എതിരാവുന്ന വിഷയത്തിൽ അവർക്ക് നമ്മൾ എതിരാകണം. അതാണ് അത് പറയുന്നതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരാൾ എപ്പോഴെങ്കിലും എത്ര വലിയ നമ്മുടെ മനസ്സിൽ എത്ര വലിയ സ്ഥാനമുള്ള ആളായിക്കോട്ടെ, അയാൾ റസൂലിനെതിരായി കഴിഞ്ഞാൽ അയാൾ ആ എതിരായ വിഷയത്തിൽ നമുക്ക് അദ്ദേഹത്തിനോട് എതിരാവാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ നേതാവായ റസൂൽ നിശ്ചയിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അത് നമ്മൾ പിന്നീട് അടുത്ത വ്യത്യാസമായിട്ട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അധികം ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ വ്യത്യാസം, അദ്ദേഹത്തിന്റെ കണ്ണിൽ അദ്ദേഹം ഈ വ്യത്യാസം പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നത് നമ്മളുമായി വേറിട്ട് നിൽക്കാനുള്ള കാരണങ്ങളാണെന്ത്? ഈ 25 കാര്യങ്ങൾ. എന്നുവെച്ചാൽ നമ്മുടെ കൂടെ സഹകരിക്കാതെ, നമ്മുടെ കൂടെ എന്താ പറയുക, നമ്മളിൽ ഒരാളായി മാറാതെ അവരിങ്ങനെ വേറിട്ട് നിൽക്കാനുള്ള കാരണങ്ങളാണ് എന്ത്? ഈ 20. അപ്പൊ അത്രയും അവർക്കിടയിൽ അത്രയും ഗൗരവമുള്ള കാര്യങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരിതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത്,
യമനിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അന്യായമായി ചീത്ത വിളിക്കുന്നു. ആര്? നമ്മള്. യമനിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അന്യായമായി ചീത്ത വിളിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യത്യാസമായിട്ട് അവർക്ക് പറയാനുള്ളത്. നമുക്ക് തിരിച്ച് അവരോട് പറയാനുള്ളത്, അന്യായമായിട്ട് ചീത്ത വിളിക്കുക എന്നുള്ളത് എന്തല്ല, പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഒന്നാമത് മര്യാദയല്ല. അന്യായമായിട്ടാണെങ്കിലും ന്യായമായിട്ടാണെങ്കിലും പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക എന്നുള്ളത് എന്തല്ല, അത് സലഫുകളുടെ മര്യാദയല്ല. റദ്ദ് നൽകുമ്പോൾ പോലും അതിന്റെ അദബുകൾ പാലിക്കണം എന്നുള്ളത് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിക്കുന്ന കാര്യമാണ്. എത്രത്തോളം? ആ വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്ക് ഗ്രന്ഥങ്ങൾ വരെയുണ്ട്. ഇമാം ഷൻഖീത്തി, അബ്വാൽ ബയാന്റെ മുഅല്ലിഫായ മുഹമ്മദ് അൽ അമീൻ ഷൻഖീത്തി റഹിമഹുള്ള, അദ്ദേഹത്തിന് ആദാബുൽ ബഹ്സി വൽ മുനാദറ എന്നുള്ള വിഷയത്തിൽ ആ കിതാബിന്റെ രണ്ടാമത്തെ ഭാഗം മുഴുവൻ ഈ ഒരു വിഷയമാണ്. അപ്പോ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, സലഫുകളുടെ രീതിയേ അല്ല. പിന്നെ പറയുന്നത് അന്യായമായി ചീത്ത വിളിക്കുന്നുള്ള, അന്യായമായി ചീത്ത വിളിക്കുന്നുള്ള. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്കെതിരെ നമ്മളോട് എത്രയധികം ദുൽമ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ആ വ്യക്തിയോട് തിരിച്ചങ്ങോട്ട് ദുൽമ ചെയ്യുക, അന്യായം പറയുക, പ്രവർത്തിക്കുക എന്നുള്ളത് പാടില്ലാത്ത. നമ്മളോട് ഇങ്ങോട്ട് എത്ര കണ്ട് ദുൽമ ചെയ്യും, നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാണെങ്കിലും, എന്തെല്ലാം ഇല്ലാത്തത് പറഞ്ഞ് പരത്തുന്നവരാണെങ്കിലും, നമ്മുടെ ദഅവത്തിന് തടസ്സം നിൽക്കുന്നവരാണെങ്കിൽ, എന്തൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് അവരോട് തിരിച്ചെന്ത് ചെയ്യാൻ പാടില്ല, അന്യായം പ്രവർത്തിക്കാൻ പാടില്ലാത്തവരാണ് നമ്മൾ. എന്നുവെച്ചാൽ ഇങ്ങോട്ട് പറയുമ്പോൾ അതുപോലെ തിരിച്ചങ്ങോട്ട് പറയുക എന്നുള്ളതല്ല. ദീനിന്റെ വിഷയങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കുക എന്നുള്ളതല്ല നമ്മുടെ രീതി. മറിച്ച് ഇൽമിയായ പ്രതികരണം എന്ന് വെച്ചാൽ ശരിയായ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അവലോകനം ചെയ്ത് നീതിപരമായിട്ടുള്ള സമീപനമായിരിക്കണം നമുക്ക് നമ്മുടെ എതിരാളികൾ അല്ലെങ്കിൽ നമ്മുടെ ദഅവത്തിനെതിരെ നിൽക്കുന്ന ആളുകളോട് ഉണ്ടാവേണ്ടത്. ആരായിക്കോട്ടെ, അതിപ്പോ അങ്ങേയറ്റം പച്ച ഖുറാഫാത്തും ഷിർക്കും ബിദ്അത്തും പ്രചരിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് അവരോട് നീതി പാലിക്കൽ നിർബന്ധം. അത് ശ്രദ്ധിക്കേണ്ട വിഷയം. ഇപ്പൊ നീതി പാലിക്കുക, നീതി വിട്ടിട്ട് ഒരു കളിയില്ല. ഒരാരോടാണെങ്കിലും, അത് കൂടെ നിൽക്കുന്നവരാണെങ്കിലും എതിര് നിൽക്കുന്നവരാണെങ്കിലും, നമുക്ക് അന്യായമായി അനീതിക്ക് മുകളിലായിക്കൊണ്ട് ഒരു കാര്യവും പ്രവർത്തിക്കാൻ പാടില്ലാത്ത. പിന്നെ പറയുന്നത് യമന. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് യമനിലെ പണ്ഡിതന്മാരാണെന്നോ സൗദിയിലെ പണ്ഡിതന്മാരെന്നോ ജോർദാനിലെ പണ്ഡിതന്മാരെന്നോ ഒരു സ്ഥലത്തെയും പണ്ഡിതന്മാരെന്ന പ്രത്യേക വേർതിരിവ് അഹ്ലുസുന്നത്തിനില്ല. അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉലമാക്കളെ സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും അവരുടെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം ഇൽമുണ്ടോ അത്രത്തോളം സ്നേഹിക്കും. അത് യമനിലെ പണ്ഡിതനാണെങ്കിലും സൗദിയിലെ പണ്ഡിതൻ, ഏത് പണ്ഡിതനായിക്കോട്ടെ, ഇന്ത്യക്കാരനാണെങ്കിൽ പോലും കേരളത്തിലാണെങ്കിലും, ഇപ്പൊ നമുക്ക് ഒരു നിലയ്ക്കും ഒരു ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എത്ര കണ്ട് ഇൽമുണ്ടോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, സ്നേഹിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് അവർക്ക് എത്രത്തോളം അവർ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ കൃത്യത കണിശത പുലർത്തുന്നുവോ, എത്രത്തോളം അവരത് കൊണ്ടു നടക്കുന്നുവോ, എത്രത്തോളം അതിൽ സൂക്ഷ്മത പാലിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അവരെ സ്നേഹിക്കും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്തില്ല, യമനിലെ ഉലമാക്കളെന്നോ സൗദിയിലെ ഉലമാക്കളെന്നോ ഒരു പ്രത്യേക വേർതിരിവ് നമുക്കില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുള്ളൂ,
ആഗ്രഹമുള്ളൂ. യമനിലായിക്കോട്ടെ സൗദിയിലായിക്കോട്ടെ ഇന്നൊരു പണ്ഡിതൻ ഇന്നത് വന്ന് പറഞ്ഞ് ഇങ്ങനെ പോലെ നടക്കണം, അങ്ങനെയൊന്നും നമുക്ക്, നമ്മുടെ ലക്ഷ്യം എന്തുമാത്രമേ ഉള്ളൂ, ഈ തക്കൂന കലിമത്തുല്ലാഹി ലൊല്ല, അത് മാത്രം നമുക്ക്, നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ, നമ്മുടെ അജണ്ട അത് മാത്രമേ ഉള്ളൂ. ആര് വന്ന് എന്ത് പറഞ്ഞിട്ടായിക്കോട്ടെ നമുക്കിവിടെ എന്ത് നടക്കണം, എല്ലാ സ്ഥലങ്ങളിലും പറ്റുന്നത്ര മാക്സിമം സലഫിയത്ത് ശരിയായ രൂപത്തിൽ പ്രചരിക്കണം. നമുക്കത് മാത്രം ലക്ഷ്യമുള്ളൂ, വേറെ അജണ്ടയും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു അജണ്ട ഇല്ലാത്തതിനാൽ തന്നെ എന്ത് ചെയ്യേണ്ടതില്ല, നമുക്ക് പ്രത്യേക രാജ്യക്കാരെ പ്രത്യേക രൂപത്തിലൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ശരിയായ സലഫിയത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. എത്രത്തോളം ഇഷ്ടപ്പെടും, ഈ ദുനിയാവിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുക സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ. ദീനിയായ മഹബത്ത് വല എന്ന് പറയുന്നത് അത് നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. ഏത് പണ്ഡിതന്മാരാണെങ്കിൽ ശരി, ഏറ്റവും അധികം നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരെയാണ്, ഏറ്റവും അധികം നമ്മൾ ആദരിക്കുന്ന അവരെയാണ്. പിന്നെന്തെങ്കിലും പറയാനുള്ള കാരണം എന്താ, നമ്മെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആരോപണം വരാനുള്ള കാരണം എന്താ, അത് ഇവരവിടെ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നത് ഒരു എഴുത്താണ്. അവര് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ നമുക്ക് യമനിലെ പണ്ഡിതന്മാരോട് അടങ്ങാത്ത വെറുപ്പും വിദ്വേഷവും ഉണ്ടെന്ന്. നമുക്ക് നമ്മളിലെ ഓരോ ദായിമാർക്കും യമനിലെ പണ്ഡിതന്മാരോട് അടങ്ങാത്ത വെറുപ്പും വിദ്വേഷവും ഉണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, അവരവരുടെ ദർസുകളിൽ, ഈ ദർസിൽ പോലും പറഞ്ഞു പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരിക്കലും കൽബ് തുറന്നു കാണിക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിന് സാക്ഷി നിർത്തി പറയട്ടെ, യമനിൽ നിന്നല്ല അഹ്ലുസുന്നത്തിന്റെ ഒരു പണ്ഡിതന്മാരോട് എന്തില്ല, അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ എന്ത് ചെയ്തിട്ടില്ല, വെറുപ്പ് കൊണ്ടു നടക്കുന്ന ആളുകളല്ല സലഫികൾ. അങ്ങനെ കൊണ്ടു നടക്കാൻ പാടില്ല. അപ്പൊ അതിനവര് തെളിവായിക്കൊണ്ട് അല്ലെങ്കിൽ ഉദാഹരണമായിക്കൊണ്ട് പറയാനെന്ത്, സഹോദരൻ നിയാസ് ബിൻ ഖാലിദ് ഹഫിളഹുല്ലാ അദ്ദേഹം എഴുതിയ ഒരു എഴുത്തെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ചില ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടാണ്, അതാണ് ഇവരെന്ത് ചെയ്യുന്നത്, തെളിവ് പിടിക്കുന്നത്. എന്തിന്, അന്യായമായ ഉലമാക്കളെ ചീത്ത വിളിച്ചു എന്ന് പറയാൻ ഇവര് തെളിവ് പിടിക്കുന്ന ആ എഴുത്താണ്. ആ എഴുത്തിലുള്ള ചില വാക്കുകളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെടുത്ത് വായിക്കുന്നുണ്ട്, ഉദ്ധരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്, ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത്, ഒരു പണ്ഡിതന് പറ്റിയ തെറ്റ് അത് സമൂഹത്തിൽ സാധാരണക്കാർക്കിടയിൽ പ്രചരിക്കുകയും അവർക്കിടയിൽ അതൊരു ഫിത്നയായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം സമൂഹത്തിൽ പ്രചരിക്കാതിരിക്കാൻ അതിനെ തൊട്ട് താക്കീത് ചെയ്യുക എന്നുള്ളത് നിർബന്ധം. അത് യമനിലെ പണ്ഡിതനായിക്കോട്ടെ സൗദിയിലെ പണ്ഡിതനായിക്കോട്ടെ. എത്രത്തോളം നമ്മൾ സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ എന്താണ് ഉദുറുബിൽ ജഹലിൽ അദ്ദേഹത്തിന്റെ നിലപാടിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് സാധാരണക്കാർക്ക് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥി ആ മസല പഠിക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു നിലപാട്, അദ്ദേഹത്തിന്റെ നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ചവരൊക്കെ മുർജിയത്തുൽ അസ്റായി കാണുന്ന അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണെന്നും അത് ശരിയായ നിലപാടല്ല നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതെന്ത് ചെയ്യാറുണ്ട്, തിരുത്തി കൊടുക്കാറുണ്ട്. അപ്പൊ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ന്യൂനതകൾ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പറയും. അത് ആരായിക്കോട്ടെ, യമനിലെ പണ്ഡിതനാണെങ്കിലും അല്ലാത്ത പണ്ഡിതന്മാരാണെങ്കിലും അത് പറയുക തന്നെ ചെയ്യും. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് നമുക്ക് ശ്രദ്ധിക്കണം, രണ്ട് ഭാഗമുണ്ട്. ഒന്നാമത്തത്, ഈ ഒരു തെറ്റ് സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ
സലഫിയത്ത് തെറ്റായി മനസ്സിലാക്കുക എന്നുള്ളൊരു മസ്ലഹത്ത് അവിടെ ഉണ്ട്. രണ്ടാമത്തെ ഈ പണ്ഡിതന്റെ സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ളൊരു രണ്ടും ഉണ്ട്. അപ്പൊ ഈ പണ്ഡിതന്റെ സ്ഥാനം നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ തെറ്റിനെ വിമർശിക്കേണ്ടത്. ശ്രദ്ധിക്കണേ, നമുക്ക് ഈ തെറ്റ് സമൂഹത്തിൽ പ്രചരിക്കാൻ പാടില്ല. കാരണം എന്താ? ഇത് തെറ്റ് പ്രചരിച്ചു കഴിഞ്ഞാൽ ആളുകൾ അതിനെന്തായി മനസ്സിലാക്കും? അതാണ് സലഫിയത്ത് തെറ്റിദ്ധരിക്കും. ഈ പണ്ഡിതനെ നമ്മൾ ശക്തമായി വിമർശിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെന്താ സംഭവിക്കുക? എതിർവശത്ത് ആ പണ്ഡിതനെ സംബന്ധിച്ചുള്ള നല്ല വിചാരം ആളുകൾക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എന്ത് ചെയ്യാറുള്ളത്? ഇത്തരം സാഹചര്യങ്ങളിൽ ദറൂറത്തില്ലാതെ എന്ത് ചെയ്യരുത്? ആ പണ്ഡിതന്റെ വില കുറഞ്ഞു പോകുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടാണ്. ഈ എഴുത്തിൽ യമനിലെ ഏത് പണ്ഡിതന്റെ പേരാണുള്ളത്? എന്താ ഈ വിമർശിക്കുന്ന ആൾക്ക് ഈ ആളുകളുടെ പേരൊന്നും അറിയാനിട്ടാ ആണോ? ഈ എഴുത്തിൽ ഏത് യമന് ഈ പറയുന്ന പണ്ഡിതന്മാരിൽ ചീത്ത വിളിക്കുന്നു എന്ന് പറയുന്ന ഏത് ആളുടെ പേരാ ഉള്ളത്? അതെന്തുകൊണ്ടില്ലാത്തത്? തെറ്റുകൾ തിരുത്തും, പണ്ഡിതന്മാർക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തുമുള്ള അദബാണ്, മര്യാദയാണ്, അത് പാലിക്കണം. പണ്ഡിതനാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് തിരുത്താതിരിക്കാൻ പറ്റൂല. തെറ്റുകൾ തിരുത്തണമാണ്, സമൂഹത്തിൽ അത് പ്രചരിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച്. പക്ഷെ പണ്ഡിതനായതുകൊണ്ട് നമുക്ക് സാധാരണക്കാരെ തിരുത്തുന്ന പോലെ തിരുത്താനും പറ്റില്ല. ആ പണ്ഡിതന്റെ സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പേര് പറഞ്ഞേ മതിയാവുന്നുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ തെറ്റുകൾ തൊട്ട് വിമർശിക്കുമ്പോൾ പേര് പറയുള്ളൂ, അല്ലാതെ പേര് പറയില്ല. ഏതുപോലെ നമ്മൾ ഫോട്ടോഗ്രാഫിന്റെ വിഷയത്തിൽ ഇൻകാർ ചെയ്യുന്നത് അദബുകേടാണ് സൂചിപ്പിച്ചിരുന്നു. സാമാന്യമായ അദബാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതിൽ ഇൻകാർ ചെയ്യുന്നവർ ലംഘിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ അങ്ങനെ ലംഘിക്കുന്ന പണ്ഡിതന്മാരുടെ പേരെനിക്ക് അറിയാനിട്ടാ ഞാൻ എന്തത് പറയാതിരുന്നു? അപ്പോ അതൊരു മര്യാദയാണ്. ആ മര്യാദ പാലിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ആ തെറ്റിനെ വിമർശിക്കുന്നത്. അപ്പൊ ഉള്ള കുറ്റം ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അതിനെ അന്യായമായി ചീത്ത വിളിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആ തെറ്റ് ഉള്ളതാണെങ്കിൽ തിരുത്താന്നുള്ളത് അത് അവർക്ക് നല്ല നമുക്കും ബാധ്യതയാണ്. നമ്മളെയൊക്കെ ചൂണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മളിൽ ഉള്ള എന്തെങ്കിലും അബദ്ധങ്ങളാണെങ്കിൽ പിന്നെ ഇവൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ തിരുത്തുന്നുള്ള നിലപാട് നമുക്ക് പാടില്ല. മനസ്സിലായോ? അത് ചൂണ്ടിക്കാണിക്കുന്നത് ആരായിക്കോട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല ദർസുകളിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ ശ്രദ്ധിക്കണേ, തൗഹീദ് കൊണ്ട് അയക്കപ്പെട്ട, തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടി അയക്കപ്പെട്ട, തൗഹീദിന്റെ വക്താക്കളായ സ്വഹാബത്തിനെ വളർത്തിയെടുത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, അദ്ദേഹത്തിന്റെ മജ്ലിസിൽ സ്വഹാബത്തിന്റെ അടുക്കൽ വന്ന് ജൂതന്മാർ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗം, അവര് വന്നിട്ട് പറയാണ്, മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ പല ആളുകളുടെയും തൗഹീദിൽ പല പ്രശ്നമുണ്ടെന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാണ്? പല വിഷയങ്ങളും പറയാം. ആരാ പറയുന്നത്? അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആളുകൾ. എന്ത് വിഷയത്തിൽ സംസാരിക്കുന്നത്? റസൂൽ എന്ത് വിഷയം കൊണ്ട് അയക്കപ്പെട്ടു ആ വിഷയത്തിൽ സംസാരിക്കും. പിന്നെ ഇവനാരത് പറയാൻ? എന്നെയാണ് അള്ളാഹ് തൗഹീദ് കൊണ്ട് അയച്ചെന്ന് റസൂൽ ചിന്തിച്ചോ? അല്ലെങ്കിൽ ഇവൻ തൗഹീദ് ശരിയാക്കിയിട്ടാണോ അത് പറയാൻ ചിന്തിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞപ്പോ അത് നമ്മളിൽ ഉണ്ടോന്നാ ചിന്തിച്ചത്. എന്നിട്ട് അത് നോക്കിയപ്പോ സ്വഹാബത്തിൽ പല വിഷയം ഉണ്ട്. അവരത് അസൂയ കൊണ്ടും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നതുകൊണ്ടും വന്ന് പറയുന്ന, അവരൊരിക്കലും നസീഹത്ത് കൊണ്ടൊന്നും പറയുന്നല്ല. അത് അറിഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? അതിനി അങ്ങനെ പറയരുത് എന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയാം. കാരണം നമുക്കത് ലാഭം മാത്രമേ ഉള്ളൂ. തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആരായിക്കോട്ടെ, നമ്മൾ അത് അഹങ്കാരം കടിച്ച് ഇവനാരാത് പറഞ്ഞു തരാൻ, ഇവൻ പറഞ്ഞ ഞാൻ തിരുത്തിയാൽ മോശമല്ലേ എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള തെറ്റുകൾ കണ്ടാൽ സൂചിപ്പിക്കുക എന്നുള്ള നിർബന്ധ ബാധ്യതയാണ്. ആ സൂചിപ്പിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണെങ്കിൽ അതിൻ്റെതായ അദബുകൾ പാലിക്കലും നിർബന്ധമാണ്. നമുക്ക് അങ്ങനെയുള്ള തെറ്റുകൾ ആരെങ്കിലും സൂചിപ്പിച്ചെന്നാൽ
അത് തെറ്റാണെന്ന് നമുക്ക് തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെട്ടാൽ നമ്മളും അത് തിരുത്തൽ ബാധ്യതയാണ്. എന്നിട്ട് എന്താ പറയാ, ഈ എഴുത്തിലെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ച് അദ്ദേഹം ഉദ്ധരിച്ചിട്ട് എന്ത് ചെയ്യാണ്, എന്നിട്ട് അത് നേരെ എന്ത് ചെയ്യാണ്, ഉലമാക്കളെ ചീത്ത വിളിക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്യണം. ശ്രദ്ധിക്കണം, തൽബീസ് നടക്കുന്നത് അങ്ങനെയാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന നടക്കുന്നത് അങ്ങനെയാണ്. ഈ ഒരു കാര്യം പറഞ്ഞ് അത് ആ എഴുത്തിലെ ചില ഭാഗങ്ങൾ എടുത്ത് വായിച്ച് ഉദ്ധരിക്കുകയും ചെയ്യും. അതിന് നേരെ എന്ത് ചെയ്യും, ഉലമാക്കളെ ചീത്ത വിളിക്കുന്നതായിട്ട് കണക്ട് ചെയ്യും. ഉലമാക്കളെ ചീത്ത വിളിക്കുന്നതിന്റെ ഗൗരവം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, അദ്ദേഹം തന്നെ പറഞ്ഞെത്തിയ വിഷയമാണ് എന്ത്, അവസാനം അദ്ദേഹം പറഞ്ഞെത്തിയ റിസൾട്ടാണ് എന്ത്, ഇത് മാത്രം മതി എന്തിനു അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തു പോകാൻ. ഈ ഒരു കാര്യം മാത്രം മതി അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തു പോകാൻ. അങ്ങനെ എന്തായി, അഹ്ലുസുന്നത്ത് പുറത്തുപോയി. ഒന്നാമത്തെ കാര്യം കൊണ്ട് തന്നെ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തുപോയി. ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യത്തിൽ പ്രത്യക്ഷമായിട്ടുള്ളൊരർത്ഥം, അതിനാണ് ലാഹിറുൽ ഖൗൽ എന്ന് പറയാം. ശരിക്കും ശ്രദ്ധിക്കണം. ഒരു കാര്യം പ്രത്യക്ഷത്തിൽ അത് പറയുമ്പോൾ കിട്ടുന്നൊരർത്ഥം, ആ കാര്യം അനിവാര്യമാക്കുന്ന മറ്റൊരർത്ഥം ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ ആ അർത്ഥം ഇല്ല, എന്നാൽ അത് അനിവാര്യമാക്കുന്ന മറ്റൊരർത്ഥം ഉണ്ടാവും. അതിനാണ് ലാസിമുൽ ഖൗൽ എന്ന് പറയാം. അനിവാര്യമാക്കുന്ന മറ്റൊരർത്ഥം. ഈ അർത്ഥം പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല. ഏതുപോലെ ഇദ്ദേഹം തന്നെ പറയുന്നൊരു എന്താ പറയാ ഒരു സംഭവമുണ്ട്, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ സംഭവം. അത് എന്താണ്, ചില നാടുകളിൽ എന്തുണ്ട്, പണ്ഡിതന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ വിരുന്നിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചെരുപ്പ് തിരിച്ചിടും. വിരുന്ന് കഴിഞ്ഞ് തിരിച്ചു അവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അവർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടാൻ പാകത്തിന് ചെരുപ്പ് തിരിച്ചു വയ്ക്കും. അതൊരു ആ നാട്ടിലൊരു ആദത്താണ്. ആ നാട്ടിലെ പണ്ഡിതന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ നാട്ടുകാർ ചെയ്തു പോരുന്നൊരു ആദത്താണ്, അവരുടെ ഉറപ്പിലുള്ളൊരു കാര്യമാണ്. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, അയാളുടെ വീട്ടിലേക്ക് ഒരു പണ്ഡിതനെ ക്ഷണിച്ചപ്പോ ഇങ്ങനെ ചെരുപ്പ് തിരിച്ചു വെക്കാൻ മറന്നുപോയി. ഈ പണ്ഡിതൻ വീട്ടിൽ നിന്ന് വിരുന്നൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് തിരിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ചെരുപ്പ് തിരിച്ചു വെച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ലാസിം എന്താ, പണ്ഡിതന്മാരെ ഇവൻ എന്ത് ചെയ്യുന്നില്ല, ആദരിക്കുന്നില്ല. അതിന്റെ ലാസിം എന്താ, ഇവൻ ഇൽമിനെ ആദരിക്കുന്നില്ല. അതിന്റെ ലാസിം എന്താ, ഇവൻ അള്ളാന്റെ റസൂലിനെ ആദരിക്കുന്നില്ല. അതിന്റെ ലാസിം എന്താ, ഇവൻ ജിബ്രീലിനെ ആദരിക്കുന്നില്ല. അതിന്റെ ലാസിം എന്താ, അള്ളാഹിനെ ആദരിക്കുന്നില്ല. അപ്പൊ ഇവൻ എന്താ, കാഫിറായി. ചുരുക്കി പറഞ്ഞാൽ ചെരുപ്പ് തിരിച്ചു വെക്കാത്തോണ്ട് ഇവൻ എന്തായി പോയി, കാഫിറായി പോയി. അപ്പൊ ചെരുപ്പ് തിരിച്ചു വെച്ചില്ലെങ്കിൽ കാഫിറാകും നമ്മൾ നേർക്ക് നേരെ പറയുന്നതിന് എന്ത് പറയാ, ലാഹിറുൽ ഖൗൽ എന്ന് പറയാം. അത് വ്യക്തമാണ്. പക്ഷെ ഇങ്ങനെ അതിനെ അനിവാര്യമാക്കുന്ന കാര്യങ്ങളെ അതിനാണ് ലാസിമുൽ ഖൗൽ എന്ന് പറയാം. അതിനെയാണ് ലാസിം. ഇതെന്തിനാ പറഞ്ഞതറിയോ, ഇവിടെ ഇദ്ദേഹം ഈ പറയുന്ന ഈ തൽബീസ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയോ, ഈ ലാസിം ഉപയോഗിച്ചിട്ടാണ്. അതും ശരിയായ ലാസിമാണോ, അതുമല്ല. എന്താണ്, ഇവിടെ ചില പദപ്രയോഗങ്ങൾ എന്താണ്, അദ്ദേഹത്തിന്റെ എഴുത്തിൽ, സഹോദരൻ നിയാസിന്റെ എഴുത്തിൽ വന്നിട്ടുള്ള പദപ്രയോഗങ്ങളാണ് എന്ത്, ഉലമാക്കളെന്ന് അവർ മാത്രം വിളിക്കുന്ന ചില യമനികളാണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഭാഗമാണ്. അപ്പോ പണ്ഡിതന്മാരെ ഈ രൂപത്തിൽ പറഞ്ഞു. അപ്പൊ പണ്ഡിതന്മാരെ എന്ത് ചെയ്തില്ല, ആദരിച്ചില്ല. അപ്പോ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക, അതൊക്കെ ലാസിമാക്കി എടുക്കുന്ന, അതൊക്കെ ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്ന എന്താ, അവിടെ ഒരിക്കലും എന്തല്ല, പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുക എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നില്ല. അവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ, ഈ ഒരു തിന്മ എതിർക്കുക എന്നുള്ള കാര്യം മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ വരുന്നുള്ളൂ. നേരത്തെ ഫോട്ടോഗ്രാഫിന്റെ വിഷയത്തിൽ ഇൻകാർ ചെയ്യുമ്പോൾ അദബില്ലാത്തവരാണത് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരിക്കലും ആ പറയുന്ന ആളുകൾക്ക്, പണ്ഡിതന്മാർക്ക് ഒന്നും അദബില്ല എന്നുള്ള അർത്ഥം അത് ലാസിമുൽ ഖൗലാണ്. അതേസമയം അവിടെ ഉദ്ദേശിക്കുന്ന എന്താ,
ഈ ഒരു പരിപാടി അത് അദബില്ലാത്ത പരിപാടിയാണെന്നാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ലാഹിർ. മനസ്സിലായോ? അപ്പൊ ഈ ലാസിം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യത്തിൽ ഇവിടെ തൽബീസ് ഉണ്ടാക്കിയിട്ടുള്ളത് ലാഹിറുൽ ഖൗൽ വെച്ചിട്ടല്ല, ലാസിം ഉപയോഗിച്ചിട്ടാണ്. ലാസിം ഉപയോഗിച്ചിട്ടാണ്. ഈ ലാസിമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ആരിലേക്കാണോ ഈ ലാസിമ് ചേർത്തി പറയുന്നത് അയാൾ പറയണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ കാര്യം അയാളിലേക്ക് ചേർത്തി പറയുന്നത് കളവാണ്. അപ്പൊ ഇദ്ദേഹം ഈ എഴുത്തെഴുതിയ ആള് പറയണം ഞാൻ പണ്ഡിതന്മാരെ ചീത്ത വിളിക്കാന്നുള്ള ഉദ്ദേശത്തിലല്ല അങ്ങനെ എഴുതിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കാര്യം പറഞ്ഞ് അദ്ദേഹം ചീത്ത വിളിക്കുന്നെന്ന് പറയുന്നത് എന്താ, അത് കളവാണ്. അത് കളവാണ്. ഇതെന്തിനെ പറയാൻ കാരണം എന്ന് അറിയോ, ലാസിമുൽ ഖൗലും വാഹിറുൽ ഖൗലും രണ്ടാമത്തെ ഉൾട്ടയാണ്. രണ്ടാമത്തെ വിഷയം ഇവർ പറയുന്ന രണ്ടാമത്തെ വിഷയം നേരെ ഉൾട്ടയാണ്. രണ്ടാമത്തെ ഇവിടെ എന്താണ്, ലാസിമുൽ ഖൗല് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ലാസിം ഇല്ലാത്തവിടെ ലാസിമ് പറഞ്ഞിട്ട് ഇവിടെ തൽബീസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് എന്താണ്, ലാസിം ഇല്ലാത്തവിടെ ലാസിം പറഞ്ഞിട്ട് തൽബീസ് ഉണ്ടാക്കണം. അതായത് അവിടെ ലാഹിറാണ്, അവിടെ ലാഹിറായ ഒരു കാര്യത്തെ ലാസിമായി തെറ്റിദ്ധരിപ്പിക്കണം. നിങ്ങൾക്ക് വിഷയം പറഞ്ഞാൽ മനസ്സിലാവും, ശരിക്കും ശ്രദ്ധിക്കണേ, വിഷയം പറഞ്ഞാൽ മനസ്സിലാവും. രണ്ടാമത്തെ പോയിന്റ് എന്താ, അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കുറിച്ച്, അതായത് അവരെ കുറിച്ച് കളവുകൾ പ്രചരിപ്പിക്കുന്നു. നമ്മള് അവരെ കുറിച്ച് എന്ത് ചെയ്യണം, കളവുകൾ പ്രചരിപ്പിക്കുക. എന്തൊക്കെയാണ് കളവുകൾ? കുറെ കളവുകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യം കളവിനെ കുറിച്ച്, കളവിന്റെ ഗൗരവത്തെ കുറിച്ചും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ ഗൗരവമൊക്കെ സൂചിപ്പിച്ചിട്ട് അതിൽ പറയുന്ന ഒരു കാര്യം, നമ്മുടെ വിഷയ ബന്ധപ്പെട്ട ലാസിമുൽ ഖൗലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ത്, ഇതൊന്നും പേര് പറയാൻ നിവൃത്തിയില്ല. ഹസൻ ബാഷുഐബ് ഹഫിളഹുല്ലാഹ്, അദ്ദേഹം അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലയെ എന്തു പറഞ്ഞു, തുറാഖി എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഹസൻ ബാഷുഐബ് ഹഫിളഹുല്ല അദ്ദേഹം എന്ത് ചെയ്തു, അബ്ദുർ റസാഖ് അൽ ബദറിനെ ഹഫിളഹുല്ലയെ എന്ത് ചെയ്തു, തുറാഖി എന്ന് വിളിച്ചു. ഒരാളെ നോക്കിയിട്ട് ഹാദാ ഇഖ്വാനി അല്ലെങ്കിൽ ഹാദാ ഖാരിജി, ഹാദാ തക്ഫീരി എന്ന് പറയുമ്പോ പിന്നെ അവിടെ അനിവാര്യമാക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അവിടെ പറയുന്നോണ്ട് തന്നെ വ്യക്തമല്ലേ, ഇത് ഇഖ്വാനിയാണെന്ന് പറഞ്ഞാൽ ആ പറയുന്ന വാഹിറിൽ തന്നെ എന്താണ്, ആ കാര്യം വ്യക്തമാണ്. വാഹിറിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. എന്ന് വെച്ചാൽ തുറാഖി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവൻ വിദേശകാരനാണ് എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ ലാസിമുൽ ഖൗലിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. ലാസിമുൽ ഖൗലിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. അതിന്റെ ലാഹിറിൽ തന്നെ എന്താണ്, അത് തബ്ദീഅാണ്, മുബ്തദിയാക്കലാണ്. ലാഹിറിൽ തന്നെ മുബ്തദിയാക്കലാണ്. ഇവരെന്ത് പറഞ്ഞു, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. ഇവരെന്താ പറഞ്ഞതറിയോ, ഈ തുറാഖി എന്ന് പറയുമ്പോ അദ്ദേഹം പറയണം അതിന്റെ ലാസിമുൽ ഖൗൽ എന്ത് വരുന്നുണ്ടെങ്കിൽ പോലും ബിദഅത്തുകാരനാണ് എന്നുള്ള ലാസിം അതിൽ വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അബ്ദുർ റസാഖ് അൽ ബദറിനെ ബിദഅത്തുകാരനാക്കിയിട്ടില്ല എന്ന് പറയണം. ഇതിലെവിടെ ലാസിമ്, ലാഹിറിൽ തന്നെ തബ്ദീഅാണ്. മൻഹജുഹു തുറാഖി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൻഹജുഹു തുറാഖി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉള്ളത്, ഒരാൾ നമ്മൾ പറയാണ് അവന്റെ മൻഹജ് അവൻ എന്താണ് ഖാരിജിയാണെന്ന് പറയാം. അതിൽ പിന്നെ ലാസിം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ? ഏതൊരു സാധാരണക്കാരൻ കേട്ടാൽ മനസ്സിലാവും ഇവൻ ഖാരിജിയാന്ന് പറഞ്ഞാൽ എന്താ, അവന് ഖാരിജിയാണെന്ന് തന്നെ മനസ്സിലായോ? അപ്പോ വ്യക്തമായ ലാഹിറായ അവിടെ ലാഹിറല്ല അവിടെ ഉദ്ദേശിക്കുന്നത്
ലാസിമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, തെറ്റിദ്ധരിപ്പിക്കുക. ഇതേ ആളുകൾ തന്നെ എന്ത് ചെയ്യാണ്, ലാസിം ഇല്ലാത്തൊരു കാര്യത്തിൽ, അതായത് പറഞ്ഞ വ്യക്തി ലാസിം ഉദ്ദേശിക്കാത്തൊരു കാര്യത്തിൽ ലാസിം എന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ പേരിൽ വിധി കൽപ്പിക്കുകയും ചെയ്യാം, ഒരുപാട് ഹുക്കുമുകൾ പറയുകയും ചെയ്യാം. നേരെ വൈരുദ്ധ്യം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കൊരു കാര്യം, നേരിട്ടൊരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ നേരിട്ട് മനസ്സിലാവുന്ന കാര്യത്തിന് എന്ത് പറയാ, വാഹിറുൽ ഖൗൽ എന്ന് പറയാം. സാധാരണ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ അതിൽ നിന്ന് അനിവാര്യമാകുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് അൽബാനി പറഞ്ഞ സംഭവമൊക്കെ പോലെ അതിൽ നിന്ന് അനിവാര്യമാകുന്ന കാര്യത്തിന് ലാസിമുൽ ഖൗൽ എന്ന് പറയാം. ഇവിടെ ഒരാൾ ഖാരിജിയാണെന്നോ അല്ലെങ്കിൽ തുറാസിയാണെന്നോ ഇഖ്വാനിയാണെന്നോ സുറൂറിയാണെന്നോ ഒക്കെ പറയുമ്പോൾ ആ പറയുന്നത് തന്നെ വാഹിറല്ലേ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ലാസിമ് ചിന്തിച്ചു പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ? കേൾക്കുന്ന ആർക്കെങ്കിലും വരുന്നുണ്ടോ? പറയുമ്പോൾ തന്നെ അതിൽ വ്യക്തമാണ്. ഇതേ തൽബീസ് തന്നെ എവിടെ ഇറക്കിയെന്നറിയോ? ഉമർ മൗലവിന് ഹാദ ഇഖ്വാനി പറഞ്ഞവിടെയും ഇതേ തൽബീസ്, ഇതേ തൽബീസ് തന്നെ. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്തപ്പോ അദ്ദേഹത്തിൽ ഇഖ്വാനിയത്ത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഹാദ ഇഖ്വാനി. അങ്ങനെ ഒരു അർത്ഥം ഇനിയില്ലേ. ഹാദ ഇഖ്വാനി എന്ന് പറഞ്ഞാൽ വാഹിറുൽ ഖൗൽ എന്താ, വ്യക്തമാണ്, ഇവൻ ഇഖ്വാനിയാണെന്നാണ്. അറബി ഭാഷയിൽ അല്ലാത്ത വേറൊരു അർത്ഥമില്ല. അപ്പൊ ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. സാധാരണക്കാർക്ക് എന്ത് വാഹിർ, എന്ത് ലാസിമ്. സാധാരണക്കാർക്ക് അറബിയിൽ 4 കാച്ചങ്ങട് കാച്ചിയാൽ ഉഷാറാണ്. ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലാസിമുൽ ഖൗലിന്റെ വിഷയം, അത് ഉസൂൽ ഫിഖിന്റെ വിഷയമാണ്. അത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് അറിയാം. എന്നാലും ഈ ഒരു തൽബീസ് മനസ്സിലാകണമെങ്കിൽ, അതിലെ നെല്ലും പതിനും വേർതിരിക്കണമെങ്കിൽ ഈ ഒരു വിഷയം മനസ്സിലാക്കാതെ വേറെ നിവർത്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് അത് ഇങ്ങനെ എന്ത് ചെയ്ത് പറഞ്ഞ് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അല്ലെ? ലാഹിർ പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ലാഹിറിൽ തന്നെ മനസ്സിലാവുന്ന അർത്ഥം, അതാണ് ലാഹിറുൽ ഖൗൽ എന്ന് പറയാം. എന്നാൽ അങ്ങനെ വ്യക്തമായിട്ടില്ലാത്തൊരർത്ഥം, അത് പിന്നെ അത് അനിവാര്യമാക്കുന്ന, ഇതിങ്ങനെ പറഞ്ഞാണെങ്കിൽ അത് അങ്ങനെ ആകുമല്ലോ എന്നുള്ള ആ ഒരു അർത്ഥത്തിന് ലാസിമുൽ ഖൗൽ എന്ന് പറയാം. ഒരാൾ തുറാസിയാണെന്ന് പറഞ്ഞാൽ അത് ലാഹിറുൽ ഖൗലോ ലാസിമുൽ ഖൗലോ? വ്യക്തല്ലേ? ഇതാണ് വിഷയം. എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ പറയുമ്പോഴോ, ഉലമാക്കളെന്ന് അവർ മാത്രം വിളിക്കുന്ന ചില യമനികളാണെന്ന് പറയുമ്പോൾ അത് പണ്ഡിതന്മാരെ ചീത്ത വിളിക്കലാണെന്ന് പറയുന്നത് ഇതിന്റെ ലാസിമാണ്. ഇവിടെ ചീത്ത വിളിച്ചിട്ടൊന്നുമില്ല. ലാഹിറുൽ ഖൗൽ അങ്ങനെ ഇല്ലാത്ത എന്ത് ചെയ്യണ്, അത് ലാസിമാക്കി എടുക്കുക. ഈ ലാസിം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഉദ്ദേശിച്ചിട്ടില്ല. അത് അദ്ദേഹം തന്നെ പലതവണ വ്യക്തമാക്കിയതാണ്. അദ്ദേഹം അതങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനൊരു ലാസിം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാ, പിന്നെ അത് അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയുന്നത് കളവാണ് എന്ന് അവരെന്നെ പറയാം. ഇവരിത് പറഞ്ഞിട്ട് ഈ തുറാസി എന്ന് പറഞ്ഞത് ഒപ്പിക്കാൻ നോക്കിയിട്ട് ആക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അദ്ദേഹത്തെ വിദേഹത്താരനാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേലിൽ കളവ് പറയാണെന്ന് ആര് പറയാണ്? ഇവരെന്നെ പറയാം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പൊ രണ്ടാമത്തെ കാര്യം, പോയിന്റ് ഇദ്ദേഹം പറഞ്ഞത് അല്ലെ, കളവുകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. എന്നുവെച്ചാൽ പിന്നെ എന്താ പറയാ, മറ്റൊരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിൽ എന്തല്ല, ഞാൻ വ്യക്തിപരമായി എനിക്ക് അന്വേഷിച്ച് പഠിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് പലതും. അതുകൊണ്ടൊന്നും അതെന്ത് ചെയ്യുന്നില്ല, അത് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉദാഹരണമായിട്ട്
ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഒരു വിഷയം ഇവർ പറയുന്നത്, ഏതോ ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി, കാരപ്പറമ്പിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥി, കാരപ്പറമ്പിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് ആ വിദ്യാർത്ഥിയോട് പറയപ്പെട്ടത്രേ, സോലിഹ് അൽ ഫൗസാനെ പോലും ഇവരെന്ത് ചെയ്യാണ് പക്ഷെ ഒരു വരയ്ക്ക് മുകളിൽ എന്നുവെച്ചാൽ അങ്ങോട്ട് കൊള്ളണോ തള്ളണോ എന്നറിയാത്ത രൂപത്തിൽ വെച്ചിരിക്കുകയാണെന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തോട്, ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞത്രേ. ഈ വിദ്യാർത്ഥി ഇവരുടെ ചാനലിൽ കയറി നോക്കിയപ്പോ സോലിഹ് അൽ ഫൗസാനെ കിതാബുകൾ പഠിപ്പിക്കുന്നു. അപ്പൊ അതാ ഇവർ കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ വിദ്യാർത്ഥി എന്ത് ചെയ്യത്രേ, ഇവരുടെ അടുക്കലേക്ക് പോയി അവരുടെ ആളായി മാറി. ഇതാണ് പിന്നെ ഒരു ഉദാഹരണമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം. പക്ഷെ നമ്മൾ അവർക്കെതിരിൽ പറഞ്ഞ മറ്റൊരു കള്ളം എന്താണ്? ഇവർക്ക് സോലിഹ് അൽ ഫൗസാനെ സംബന്ധിച്ചുള്ള നിലപാട് എന്താണ് നിലപാട്? സോലിഹ് അൽ ഫൗസാനെ സംബന്ധിച്ച് ഇവരുടെ നിലപാട്, ഇവർ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെ ഇവരുടെ നാവിലൂടെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇവരിങ്ങനെ പുറത്ത് ആളുകളുടെ മുന്നിൽ ഞങ്ങൾ സോലിഹ് അൽ ഫൗസാന്റെ ഇതാണ്, ഞങ്ങൾ അദ്ദേഹത്തിനൊന്നും പറയുന്നില്ല, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബ്, ഇങ്ങനെയൊക്കെ പറയാനും അല്ലെങ്കിൽ മുന്നിൽ വെക്കാനും ഒക്കെ സോലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയെ ഉപയോഗപ്പെടുത്തുമെങ്കിലും ശരിക്കും ഇവർക്ക് സോലിഹ് അൽ ഫൗസാനെ സംബന്ധിച്ച നിലപാടെന്താ? ഇപ്പൊ ഈ അടുത്തൊരു വ്യക്തി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നല്ല ശരിക്കും ഏതൊരു സാധാരണക്കാർ മനസ്സിലാവുന്ന രൂപത്തിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്, വളരെ വ്യക്തമാക്കിയിട്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? സോലിഹ് അൽ ഫൗസാന്റെ മനഹജൊക്കെ അവിയൽ പരുവാണെന്ന് പറഞ്ഞു. അവിയൽ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന എന്താ? പോരാ, ശരിയായ രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിലായിട്ടില്ല. ആരെ പറ്റി പറയുന്നു? എന്നെ പറ്റിയിട്ടൊന്നല്ല, സോലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയെ സംബന്ധിച്ച് പറയാം. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ പറയുന്നതിന്റെ അർത്ഥം സോലിഹ് അൽ ഫൗസാൻ ഒരു തെറ്റും പറ്റൂല എന്നല്ല. പക്ഷെ ഒരാൾക്ക് ഒരു മസലയിൽ തെറ്റു പറ്റുന്നതും ഒരാളുടെ മനഹജ് തെറ്റായ മനഹജാണെന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കണേ. ഒരാൾക്കൊരു മസലയിൽ തെറ്റുപറ്റുന്നതും ഒരാളുടെ മനഹജ് തന്നെ അയാൾക്ക് പ്രശ്നം പറ്റിയിരുന്നെന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, സോലിഹ് അൽ ഫൗസാനെ പറ്റിയ ഒരു തെറ്റ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അത് തെറ്റുകൾ ഉണ്ടാവും, മാനുഷികമാണ്, മനുഷ്യന്മാരും അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും സോലിഹ് അൽ ഫൗസാന്റെ എന്ത് ചെയ്യില്ല, മനഹജ് അത് പോരാ, അത്ര ശരിയല്ല, കുറ്റമറ്റതല്ല എന്ന രൂപത്തിൽ ആ അർത്ഥം ലഭിക്കുന്ന ഒരു സംസാരവും നമ്മൾ സംസാരിക്കൂല. മാനുഷികമായ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. അതുപോലെ തന്നെ ഈ അടുത്ത് സഹോദരൻ ആഷിഖ് ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിന് മറുപടി പറയുന്ന, റദ്ദ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇതേ വ്യക്തി തന്നെ പറയുന്നതായിട്ട് ഞാൻ കേട്ടാണെന്ത്, ഇത് പറഞ്ഞത് അദ്ദേഹം ഒരു മസാല പറഞ്ഞിട്ട് പറയണെന്ത്, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഈ പറഞ്ഞത് ഞങ്ങളുടെ മശായിഖന്മാരായതുകൊണ്ട് ഇവരെടുക്കൂല, അല്ല സോലിഹ് അൽ ഫൗസാനൊക്കെ ആയിരുന്നെങ്കിൽ ഇവരത് അങ്ങനെ വിഴുങ്ങിയേനെ അല്ലെങ്കിൽ സ്വീകരിച്ചേനെ. ശ്രദ്ധിക്കണേ. അപ്പൊ ഇവർക്കും സോലിഹ് അൽ ഫൗസാനും തമ്മിൽ എന്താ ബന്ധം? ഈ പറയുന്നതിലൂടെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ അവർ സോലിഹ് അൽ ഫൗസാന് കൊടുക്കുന്ന വില എന്താ? അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. പിന്നെന്താണ്, പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ആ കിതാബ് വെച്ച് ദർസെടുക്കുക, അല്ലെങ്കിൽ ഈ കിതാബിന്റെ ഫത്വകൾ ഉദ്ധരിക്കുമ്പോൾ ഷെയ്ഖ് സോലിഹ് അൽ ഫൗസാന്റെ ഫത്വകൾ ഉദ്ധരിക്കും, ഇങ്ങനെയൊക്കെ മുന്നിൽ മറപിടിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? അറിവില്ലാത്ത ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്നല്ലാതെ സോലിഹ് അൽ ഫൗസാന്റെ മനഹജും നിങ്ങളുടെ മനഹജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ തന്നെ സമ്മതിച്ച. സോലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയെ സംബന്ധിച്ച് അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകളെ പറ്റി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അവരെ ഒഴിവാക്കി വിടാനവ. ആര്? സോലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള. ഇവർ മോശമായി സംസാരിച്ച പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ആര്? സോലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള. റഊസുൽ ഇഖ്വാൻ പലതരത്തിൽ പല ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുള്ളൊരു പണ്ഡിതനാണ്.
അദ്ദേഹത്തെ സംബന്ധിച്ച് മോശം സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് സോലിൽ ഫൗസാനോട് ചോദിച്ചു. സോലിൽ ഫൗസാൻ എന്താ പറഞ്ഞ പറയൂ? ആ സംസാരിക്കുന്നവരെ ഒഴിവാക്കാനാ പറഞ്ഞു. കൂടെ കൂട്ടരുത്, അവരെ പരിഗണിക്കേണ്ടതില്ല. അപ്പൊ ഈ പണ്ഡിതന്മാരെ മുന്നിൽ മറപടിച്ചിട്ട് ഞങ്ങൾ സോലിൽ ഫൗസാൻ മനഹജിലാണ്, അതിലാണ്, ഇതിലാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പല കിതാബുകളും സോലിൽ ഫൗസാന്റെ അടുത്ത് വെക്കും, അത് വെച്ച് ദർസെടുക്കും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഈ പറഞ്ഞതുപോലെ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പോലെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് അതിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ ഈ പറയുന്നതിൽ എന്തില്ല, യാതൊരു വസ്തുതയില്ല, യാഥാർത്ഥ്യമില്ല. അത് അവരുടെ സംസാരത്തിലൂടെ എന്ത് ചെയ്യണം, പ്രവർത്തനങ്ങളിലൂടെയും മറ്റുമൊക്കെ അത് തെളിഞ്ഞതാണ്. അത് എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു വിഷയം വരുമ്പോൾ അത് കുറച്ച് വിശദീകരിക്കാനുണ്ട്. എന്നുവെച്ചാൽ ഇവരെപ്പോഴും ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഞങ്ങൾ പണ്ഡിതന്മാരുടെ ഉലമാക്കളുടെ മനഹജിലാണെന്ന് പറഞ്ഞു. നമ്മൾ ഉലമാക്കളുടെ മനഹജിലാണെന്ന് പറഞ്ഞ എന്ത് ചെയ്യും, അതാണ് ജനങ്ങളുടെ മുന്നിൽ ഇത് ഒരു ഏറ്റവും വലിയൊരു കാര്യമായി കൊണ്ട് മുന്നിൽ പിടിക്കുന്ന കാര്യം അതാണ്. എന്നാൽ ഇവരുടെയും ഉലമാക്കളുടെയും മനഹജ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് അതിൽ പലതും ഇതിലൂടെ പല വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. 25 കാര്യങ്ങളിൽ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോൾ പലതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. സോലിൽ ഫൗസാൻ അവരുടെ മനഹജിലെല്ലാം വ്യക്തമായതുപോലെ ഇതിലൂടെ ഓരോ വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് ഓരോരോ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വ്യക്തമാവും. പിന്നെ മൂന്നാമത്തെ വിഷയം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒരു തെറ്റ് പറ്റിയാൽ തെറ്റിന്റെ വലിപ്പം പോലും നോക്കേണ്ടതുണ്ടോ വേണ്ടയോ എന്ന് സൂചിപ്പിക്കാതെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന സലഫുകൾക്കൊട്ടും പരിചയമില്ലാത്ത ഒരു പിഴച്ച അടിസ്ഥാനം ഈ സംഘം വെച്ചു പുലർത്തുന്നു. ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ വ്യത്യാസം എന്ന് വെച്ചാല് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയാൽ തെറ്റിന്റെ വലിപ്പം പോലും നോക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞത്രേ. എന്നിട്ട് ആ പണ്ഡിതനെതിരെ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതാരെ പറഞ്ഞത്? അതൊന്നും അതിൽ പറയുന്നില്ല. ഇതാരെ പറഞ്ഞൊന്നും അതിൽ പറയുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളുള്ളയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ എപ്പോഴും അതിനെ സംബന്ധിച്ച് വിമർശിക്കാറുണ്ട്. അതാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. അതിന് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും അർത്ഥമുണ്ടോ? അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളുള്ളയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ആരാ പറഞ്ഞു? എന്തിനെ ഇതാണ് എന്ത് ഇല്ലാത്ത ലാസിം ഉണ്ടാക്കൽ. ഇതിനെയാണ് എന്ത് പറയാ, ലാസിമിൽ കൗല്. ഉള്ള ലാസിമാണോ? അല്ല, ഇല്ലാത്ത ലാസിം ഉണ്ടാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് അഹ്ലുസുന്നത്തിന്റെ നിലപാട് നമ്മൾ നേരത്തെ വിശദീകരിച്ച, തെറ്റ് പറ്റിയാൽ ആ തെറ്റ് സൂചിപ്പിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യേണ്ടതാണ്. അത് പണ്ഡിതന്മാർക്ക് പറ്റിയ തെറ്റാണെങ്കിൽ അത് സമൂഹത്തിൽ പ്രചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിൽ തെറ്റായ ഒരു കാര്യം സലഫിയത്തായി പ്രചരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് നമുക്കത് ചൂണ്ടിക്കാണിക്കലും തിരുത്തലും നിർബന്ധമാണ്. ആരാ പാടില്ല എന്ന് പറഞ്ഞ? ആരാ പറഞ്ഞത്? ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞു. അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റന്നെയാണ്. പക്ഷെ ആരാ പറഞ്ഞതൊന്നും പറയാതെ ഈ വെറുതെ പറയുന്ന ലാസിമുകൾ
നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതിന് പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാൻ കഴിയില്ല. പിന്നൊരു വിഷയം, അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളയെ വിമർശിച്ചത് ശരിയായില്ല എന്നിങ്ങനെ പറയല്ലാണ്ട് എന്തുകൊണ്ട് ശരിയായില്ല എന്ന് എന്ത് ചെയ്യുന്നില്ല, സൂചിപ്പിക്കുന്നില്ല എന്നൊരു വിമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അത് പലർക്കും അറിയില്ല. ശ്രദ്ധിക്കണേ, നമ്മുടെ കൂട്ടത്തിൽ പലർക്കും അറിയില്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത്, നമ്മൾ എന്താ പറയാ, അവർ നമ്മുടെ കൂടെ സഹകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ പറയുന്ന എല്ലാം ബാത്തിലാണോ നമ്മൾ എന്ത് ചെയ്യരുത്, വളരെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവർ പറയുന്ന ഒന്നും നമ്മൾ പരിഗണിക്കേണ്ടതേ ഇല്ല എന്നുള്ളൊരു നിലപാട്, അല്ലെങ്കിൽ അവർ പറയുന്നത് മുഴുവൻ ബാത്തിലാണെന്നുള്ള നിലപാട്, അല്ലെങ്കിൽ നമ്മൾ അവരോട് തെറ്റായ നിലപാടാണെങ്കിൽ ഒന്നൊരു വിഷയമല്ല എന്നുള്ള, ഇതൊക്കെ അബദ്ധമാണ്. ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ഇവരോടൊന്നല്ല, ആരോടാണെങ്കിൽ. മറിച്ച് നമ്മൾ ശരിയായ പഠനത്തിലൂടെ പണ്ഡിതന്മാരോട് ചോദിച്ചുറപ്പുവരുത്തി, തെറ്റുപറ്റിയാൽ തിരുത്തി, അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ളയുടെ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറ്റിയതെന്താ, അദ്ദേഹം ഇഹ്യാ തുറാസ് അൽ ഇസ്ലാമി എന്ന സംഘടന, ആ സംഘടന ബിദ്അത്തുകാരുടെ സംഘടനയാണ്, ഹിസ്ബിയത്തുള്ള സംഘടനയാണ് എന്ന് ഒരുപാട് കാലം മുതൽക്കേ പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. ഈ സംഘടന സംഘടിപ്പിച്ച മജ്ലിസിൽ ആര് സംസാരിക്കാൻ പോയി, അവരുടെ ക്ഷണം സ്വീകരിച്ചിട്ട് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള സംസാരിക്കാൻ പോവുകയും അവിടെ പോയി അദ്ദേഹം ക്ലാസ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഇതാണ് എന്ത് വിഷയം. ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയാ, ഒരു തെറ്റില്ല പറയും. അവരോട് ചോദിച്ചാൽ എന്താ പറയാ, ബിദ്അത്തുകാരനായെന്ന് പറയും. രണ്ടും തെറ്റാണ്. രണ്ട് നിലപാട് ശരിയല്ല. രണ്ട് നിലപാടും ശരിയല്ല. മറിച്ച് സലഫുകൾ പറയാറുള്ള വിഷയം എന്താ, ബിദ്അത്തുകാരനേക്കാൾ നമുക്ക് പേടിയാണ് ആരെ, ബിദ്അത്തുകാരുടെ കൂടെ ഇരിക്കുന്നവർ എന്ന് സലഫുകൾ പറയാറുണ്ട്. ബിദ്അത്തുകാരേക്കാൾ നമുക്ക് പേടി ആരെ, ബിദ്അത്തുകാരുടെ കൂടെ ഇരിക്കുന്ന സലഫിയത്ത് വാദിക്കുന്നവരാണ് സലഫുകൾ പറയാറുണ്ട്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം സലഫുകൾ പറയാൻ, മൻ ഖഫിയ അലൈന ബിദ്അത്തുഹു ലം തഖ്ഫ അലൈന ഇൽഫത്തുഹു. നമുക്കൊരാളുടെ ബിദ്അത്ത് ഇനി കാണാതെ, ഒരാളെ ബിദ്അത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ് വിചാരിക്കുക. അങ്ങനെ നമുക്കൊരാളുടെ ബിദ്അത്ത് അറിയാതായാൽ നമുക്ക് എന്തറിയാതാവൂല, അവന്റെ കൂടിയിരുത്തവും അവന്റെ സൗഹൃദവും നമുക്ക് അറിയാതാവൂല. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താ, അതിലൂടെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഒരാളുടെ ഉള്ളിലുള്ള ബിദ്അത്തിനും തിരിച്ചറിയാൻ. അത്രയും ഗൗരവമുള്ള വിഷയം, അത്രയും ഗൗരവമുള്ള വിഷയം. അപ്പൊ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള ബിദ്അത്തുകാരനായോ? അവിടെ പോയി ഇരുന്നില്ല ബിദ്അത്തുകാരുടെ കൂടെ. അവര് ബിദ്അത്തുകാരാണെന്ന് നമുക്ക് സംശയമൊന്നുമില്ല, ഇഹ്യാ തുറാസ്. അപ്പൊ അവരുടെ കൂടെ പോയി ഇരുന്ന് അബ്ദുർ റസാഖ് അൽ ബദർ ബിദ്അത്തുകാരനായോ? തുറാഫി ആയോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാല്, എഴുതി വെച്ചോ, ഇങ്ങനെ ഉള്ള മനഹജിൽ പ്രശ്നമുള്ള ആളുകൾ നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുക, നമ്മളെ പ്രശ്നമുള്ളവർ ഇങ്ങോട്ട് ക്ഷണിക്കല്ല. മനഹജിൽ പ്രശ്നമുള്ള ആളുകൾ നമ്മളെ അങ്ങോട്ട് സംസാരിക്കാൻ ക്ഷണിക്കുമ്പോൾ 3 നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയി സംസാരിക്കാം. ശ്രദ്ധിക്കണേ, അസ്ലിതാണ്, എന്താണ്, പോവാൻ പാടില്ല. ഇനി അത്രയും വലിയ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ഈ 3 നിബന്ധനകൾ പാലിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, സംസാരിക്കാം എന്നാര് പറഞ്ഞു? ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടത് സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ, മദീനയിലെ മുഫ്തി. അദ്ദേഹം പറയുന്ന ശുറൂത്തുകൾ 3 അദ്ദേഹം പറയുന്ന ശുറൂത്തുകൾ 3. ശ്രദ്ധിക്കണേ,
ഒന്നാമത്തെ ഷർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹക്ക് പറയുന്നതിന് അവിടെയുള്ള ആ കൂടിയിരുത്തം തടസ്സാകാൻ പാടില്ല. എന്താണോ പറയാനുള്ള ഹക്ക് എന്താണോ, ആ വിഷയത്തിലുള്ള ഹക്ക് എന്താണോ, അത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കാന്നുള്ള ഒന്നാമത്തെ കാര്യം. അവിടെ പോയിട്ട് എന്താ ഹിയാത്തുറാസ് അവർ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, അപ്പൊ ഞാൻ ആ മസല പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടാവോ, അല്ലെങ്കിൽ ഇവരിന്നെ വിളിക്കാണ്ടാവോ, അതുകൊണ്ട് ഞാനതൊന്നും അങ്ങനെയൊന്നുമല്ല. ശരിക്കും ആ വിഷയം വ്യക്തമായി പറയാൻ സാധിക്കും. ഇദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ആര്? ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാ ഹിയാത്തുറാസിന്റെ വ്യക്തമായി എതിരാവുന്ന പല മസലകളും തുറന്നടിച്ചിട്ടും സംസാരിച്ചിട്ടുണ്ട്. എത്രയോ മസലകൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ, ഈ സംസാരിക്കുന്ന വ്യക്തി ആ ക്ഷണിക്കപ്പെടുന്നവരിൽ പെട്ടവരാണെന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സംസാരിക്കുന്ന വ്യക്തി അവരിൽപ്പെട്ടവരാണ് എന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹിയാത്തുറാസിന്റെ ആളെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ആർക്കും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ഷർത്തും അവിടെ പാലിക്കാതിരുന്നിട്ടില്ല. മൂന്നാമത്തെ നിബന്ധന നിങ്ങൾക്കെന്നല്ല കേട്ടോ, ആർക്കും തോന്നിയിട്ടൊന്നുമില്ല. മൂന്നാമത്തെ നിബന്ധന, ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ സംവിധാനം അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകൻ എന്നുവെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയുന്നത് ഒരു ഒക്കേഷൻ ആവരുത്. അതുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ഒരു സാഹചര്യത്തിലാവരുത് പങ്കെടുക്കുന്നത്. ഉദാഹരണത്തിന് അവരുടെ വാർഷികം, ഹിയാത്തുറാസ് സ്ഥാപിച്ചതിന്റെ വാർഷികം ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഹിയാത്തുറാസിന്റെ നേതാവിന്റെ ജന്മദിനം, അല്ലെങ്കിൽ ഓർമ്മദിനം. അല്ലെ, ഇവിടെ യൂസുഫ് അൽ ഖറളാവിന്റെ ഓർമ്മദിനം ആചരിച്ചു. എവിടെ? ജാമിയ ഇസ്ലാമി ശാന്തപുരത്തിൽ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ യൂസുഫ് അൽ ഖറളാവിന്റെ ഓർമ്മദിനത്തിന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ യൂസുഫ് അൽ ഖറളാവിനെ കുറ്റം പറയാനാണെങ്കിൽ പോലും പോകാൻ പാടില്ല. അവിടെ ആര് പോയി? അത് പിന്നെ പറയാം, അത് വേറെ വിഷയം വരുന്നുണ്ട്. കുറെ തൽബീസുകളൊക്കെ മിക്സഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡാണ്. അത് പിന്നീട് പറയാം. അപ്പോ അങ്ങനെ എന്തെങ്കിലും അവരുടെ സ്ഥാപനവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ സംഘടനയോ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകനോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ദിവസത്തിൽ സാഹചര്യത്തിൽ അവിടെ പങ്കെടുക്കാൻ പാടില്ല. ഈ 3 നിബന്ധനകൾ പാലിച്ച്, ആ 3 നിബന്ധനകൾ പാലിക്കുമ്പോഴും ഏറ്റവും നല്ലത് എന്തെന്നെ? പോകാതിരിക്കൽ തന്നെയാണ്. പക്ഷെ പോകുന്നത് കൊണ്ട് അത്രയും വലിയൊരു മസ്ലഹത്ത് പണ്ഡിതൻ കണക്കാക്കുന്നുണ്ടെങ്കിൽ ആ പണ്ഡിതൻ എന്ത് ചെയ്യാം? ഈ ശുറൂത്തുകൾ പാലിച്ചിട്ട് അവിടെ പോകാം. ഇതാണ് സലഫുകളുടെ നിലപാടായി ആര് വിശദീകരിക്കുന്നത്? ഷെയ്ഖ് സാലിഹ് സുഹൈമി ഹഫ്ളഹുല്ലാഹ് വിശദീകരിക്കും. ഇങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാണ്ട്, ഇങ്ങനെ ഒരു പണ്ഡിതൻ പോയി വിചാരിക്കാം, നമുക്ക് അദ്ദേഹത്തെ ഇൻകാർ ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും മാക്സിമം എന്താണെന്നറിയോ? ഏറ്റവും നിങ്ങൾ പോകാതിരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. അത്രേ ഇതിൽ മാക്സിമം പറ്റുള്ളൂ. നമുക്ക് ഒരു പണ്ഡിതൻ ശുറൂത്തുകൾ പാലിച്ചിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് പോയി വിചാരിക്കുക, ഹിയാത്തുറാത്തിൽ പങ്കെടുത്ത്, നമുക്ക് അദ്ദേഹത്തോട് പറയാൻ സാധിക്കുന്ന ഏറ്റവും മാക്സിമം എന്താണെന്നറിയോ? നിങ്ങൾ പോകാതിരിക്കലാണ് ഏറ്റവും അഫ്ളല്. അത് ഖിലാഫുൽ ഔലിയാണ്. നമുക്ക് അത്രേ ഇതിന് പറ്റുള്ളൂ. നമുക്ക് ഈ വിഷയത്തിൽ ഈ മസല അത്രയേ ഉള്ളൂ. ഈ മസല അത്രയേ ഉള്ളൂ. സമയം ആയില്ലേ? ഇപ്പൊ ഇങ്ങനെ
25 ഇൻഷാ അല്ലാഹ് 25 കഴിഞ്ഞിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യാം, നാലാമത്തെ ഈ കിതാബിൽ 4ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. കാരണം ഇത് നമ്മൾ അവർക്കുള്ള റദ്ദ് മാത്രമല്ല, നമ്മളിൽ തന്നെ പല ആളുകൾക്ക് പല വിഷയങ്ങൾ ശരിക്കും അറിയുന്നില്ല. സാധാരണക്കാരല്ലേ ഞാൻ പറയുന്നത്, തുല്ലാബുകൾക്ക് പോലും പലർക്കും എന്താണ് അവരും നമ്മളും തമ്മിൽ വ്യത്യാസം എന്താന്ന് പോലും പലർക്കും ഇപ്പോഴും ശരിക്കും പഠിച്ചിട്ടില്ല. ഈ വ്യത്യാസം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവനതിൽ പെടും. അത് അവരെന്നല്ല, ഏത് വിധേയത്താരായിക്കോട്ടെ. എന്താണ് നമ്മൾ അവരും തമ്മിൽ വ്യത്യാസം എന്താ എന്നറിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവൻ അതിൽ പെടും, അത് ഉറപ്പാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഇനി വരുന്ന 25 ഈ ശുബഹത്തുകൾ അല്ലെങ്കിൽ തൽബീസുകൾ അതിനെ സംബന്ധിച്ചുള്ള ഈ വിശദീകരണം റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു സ്വാലിഹായ പ്രവർത്തനമായി നമ്മൾ സ്വീകരിക്കുകയും ഇത് സമൂഹത്തിൽ നല്ലൊരു പ്രതിഫലനം ഉണ്ടാവുന്ന രൂപത്തിൽ ആളുകൾ അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുള്ള പല സംശയങ്ങളും ഇതിലൂടെ മാറുകയും ശരിയായ രൂപത്തിൽ സലഫിയത്ത് മുറുകെ പിടിച്ച് ശരിയായ സലഫിയത്ത് അനുസരിച്ച് ജീവിച്ച് അങ്ങനെ തന്നെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആളുകളായി റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആക്കി തീർക്കുവാൻ ഇത്തരം സംസാരങ്ങൾ സബബാക്കി തീർക്കട്ടെ എന്ന് ഒരാഗ്രഹം മാത്രം വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്ന രൂപത്തിൽ സംസാരിക്കുവാനും കേൾക്കുവാനും പ്രവർത്തിക്കുവാനും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.